എന്തായാലും തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കിക്കൊണ്ട് തന്നെ എമ്പുരാൻ റിലീസ് എത്തിയിരിക്കുകയാണ്. കേരളത്തിൽ മാത്രം 750-ൽ പരം സ്ക്രീനുകളിലാണ് പ്രദർശനം നടന്നുകൊണ്ടിരിക്കുന്നത്. കൊച്ചിയിൽ ആദ്യ ഷോ കാണാൻ മോഹൻലാൽ ഉൾപ്പെടെയുള്ള താരങ്ങളും എത്തിയിട്ടുണ്ട്. റിലീസ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ സൃഷ്ടിച്ചായിരുന്നു എമ്പുരാന്റെ മുന്നേറ്റവും. ഓരോ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ടും പ്രേക്ഷകർ പ്രതീക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കുകയാണ്. നമുക്ക് കൊച്ചിയിലേക്ക് ഒരിക്കൽ കൂടി പോകാം. രാഗിൻ അവിടെ നിന്നും തുടരുന്നുണ്ട്. രാഗിൻ അല്പസമയം മുമ്പ് പറയുന്നുണ്ടായിരുന്നു ഓരോരുത്തരും ഇപ്പോൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ പുറത്തും കുറച്ചു പേരുണ്ട്, അവർക്ക് ആദ്യ ഷോ കാണാത്തതിന് നിരാശയൊക്കെ ഉണ്ട്. അവരെ സംബന്ധിച്ചുള്ള പ്രതീക്ഷകൾ എങ്ങനെയാണ്? മാത്രമല്ല ഓരോ താരങ്ങളും എത്തിയിട്ടുണ്ട്. നമ്മൾ ഗോകുലം ഗോപാലൻ പറയുന്നത് കേട്ടു, ആന്റണി പെരുമ്പാവൂർ പറയുന്നത് കേട്ടു. എത്രത്തോളം പ്രതീക്ഷയോടുകൂടി തന്നെയാണ് എമ്പുരാന്റെ ഓരോ ക്രൂവും അകത്തേക്ക് കയറിയിരിക്കുന്നത്? വലിയ പ്രതീക്ഷകൾ തന്നെയാണ് ഇതിൻ്റെ ഭാഗമായി തന്നെ നിലനിൽക്കുന്നത്. കാരണം അത്രത്തോളം ആകാംക്ഷയും ആവേശവും ഒക്കെ തന്നെ ഏവരെയും സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇപ്പോൾ സിനിമ തുടങ്ങി 3/4 മണിക്കൂർ പിന്നിടുകയാണ്. അത്രത്തോളം ഒരു സസ്പെൻസും അതോടൊപ്പമുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ ഈ സിനിമയുടെ ഭാഗമായി തന്നെ ഉണ്ട്. എന്തായാലും പുലർച്ചെ തന്നെ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞ കാഴ്ച എന്ന് പറയുന്നത് വലിയ ആരവത്തിൻ്റെ കാഴ്ചകളായിരുന്നു. പാട്ടും ഒക്കെയായി തന്നെ ഈ മേഖല ആകെ തന്നെ നിറഞ്ഞു നിന്നിരുന്നു. ഇപ്പോൾ സിനിമ ആരംഭിച്ചിരിക്കുകയാണ്. എന്നാലും കുറച്ച് സിനിമ ആരാധകർ ഉൾപ്പെടെ ഇവിടേക്ക് വരികയും ചിത്രം കാണാൻ കാത്തിരിക്കുകയുമാണ്. ഇനി കുറച്ചു നേരം മാത്രമേ ബാക്കിയുള്ളൂ അല്ലേ? അതെ 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 അതെ, എക്സൈറ്റിംഗ് ആണ്. അത്രയും നേരം നിങ്ങളെങ്ങനെ ഇവിടെ കയറി വരും? കാരണം ടിക്കറ്റ് ഉള്ളവർ മാത്രമല്ല ഇപ്പോൾ വിടുന്നുള്ളൂ ഈ ഘട്ടത്തിൽ. മീഡിയയിൽ വർക്ക് ചെയ്യാണ്, അപ്പോൾ അത് കാരണം ഞങ്ങൾ നേരത്തെ കയറിയത്. ശരി, അങ്ങനെ കയറിയത് കാരണം ഇത് നിയന്ത്രിച്ചാണല്ലോ കയറ്റിവിടുന്നത്. അതെ അതെ അതെ, അങ്ങനെ ലാലേട്ടനെ കാണാൻ പറ്റി. ഇനി മാത്രമല്ല എല്ലാവരും ഉണ്ടല്ലോ, പൃഥ്വിരാജ് ഉണ്ട്, ലാലേട്ടനുണ്ട്. നമ്മൾ എത്തിയപ്പോൾ ലാലേട്ടനെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ സിനിമാ മേഖല ആകെ തന്നെ എത്തിയിട്ടുണ്ട്. അത് തന്നെ, കാരണം അങ്ങനെയാണ് കാര്യങ്ങൾ. കാരണം എവരെയും സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷകൾ തന്നെ നിലനിൽക്കുകയാണ്. ഏതാനും ഇനി 1.5 മണിക്കൂറോളം കൂടിയാണ് സിനിമ എടുക്കുക. എമ്പുരാനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ് കാര്യങ്ങൾ. കാരണം അത്രത്തോളം പ്രതീക്ഷ നേരത്തെ ആന്റണി പെരുമ്പാവൂരിൻ്റെ വാക്കുകളൊക്കെ തന്നെ നമ്മൾ കേട്ടിരുന്നു. പ്രശ്നങ്ങളും പ്രതിസന്ധികളും വിഷമങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു കോണിലേക്ക് മാറ്റിവെച്ച് ഈ സിനിമയ്ക്കൊപ്പം നിൽക്കുക, ഈ സിനിമയുടെ ആ ഒരു ആരവത്തിനൊപ്പം അലിഞ്ഞു ചേർന്ന് നിൽക്കുക എന്നതാണ് താൻ മുന്നോട്ട് വയ്ക്കുന്ന കാര്യം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എല്ലാവരും അങ്ങനെ തന്നെയാണ്. കാരണം നേരത്തെയും അത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ പലരും പങ്കുവയ്ക്കുന്നുമുണ്ടായിരുന്നു. എന്തായാലും ഈ സിനിമ യാഥാർത്ഥ്യമായതിൻ്റെ ഒരു സന്തോഷത്തിലും പ്രതീക്ഷയിലും ഒക്കെ തന്നെയാണ് താരങ്ങളും ഒക്കെ തന്നെ മുന്നോട്ട് പോകുന്നത്. ഒരു ബ്രഹ്മാണ്ഡ റിലീസിനാണ് കളമൊരുങ്ങിയത് എന്നതും കൂടി എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. കാരണം അത്രത്തോളം ഒരു പാൻ റിലീസ് സിനിമയ്ക്ക് വരുന്നു. മാത്രമല്ല ഒരു രാജ്യവ്യാപകമായ രീതിയിൽ എല്ലായിടത്തും അതിൻ്റെ ഒരു പ്രൊമോഷൻ നടക്കുന്നു. അങ്ങനെ താരങ്ങളൊക്കെ തന്നെ പലയിടങ്ങളിലും പല ദിവസങ്ങളായി നിൽക്കുന്നു. തുടർന്നാണ് അവർ കൊച്ചിയിലേക്ക് വന്നത്. കൊച്ചിയിലെത്തി അവർ കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിക്കുന്നു. അതിനുശേഷം സിനിമ റിലീസ് ഉണ്ടാകുന്നു. അങ്ങനെ വലിയ ഒരു ആഘോഷത്തിൻ്റെ കാഴ്ചകളാണ് തിയേറ്ററുകൾക്ക് മുന്നിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്. ശരിയാണ്, അങ്ങനെ ഓരോ പ്രതീക്ഷയുണ്ട്. രാഗിനോട് ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു. കാരണം ഈ നമ്മുടെ ന്യൂസ് ഡെസ്കിൽ നിന്നുള്ള ഓരോ ടീമും ദിവിഷ് മണി ഉൾപ്പെടെ ഓരോരുത്തർ ഫസ്റ്റ് ഡേക്ക് തന്നെ കയറിയിട്ടുണ്ടായിരുന്നു. അരുൺ ശങ്കറിന് ടിക്കറ്റ് കിട്ടിയില്ല എന്നുള്ള കാര്യമൊക്കെ രാഗിൻ പറയുന്നുണ്ടായിരുന്നു. രാഗിൻ എന്തായാലും റിപ്പോർട്ടിങ്ങിലാണ്, ആദ്യ ഷോയ്ക്ക് കയറാനും പറ്റിയിട്ടില്ല. നമ്മുടെ ബാക്കി ടീം ഉണ്ടല്ലോ, എല്ലാവരും എന്ത് പറയുന്നു? ആരെങ്കിലും ഒക്കെ ഫസ്റ്റ് ഷോയ്ക്ക് പോയിട്ടുണ്ടോ? ഈ ഫസ്റ്റ് ഷോയ്ക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ തന്നെ നമ്മുടെ സഹപ്രവർത്തകരൊക്കെ തന്നെ നടത്തുന്നുണ്ടായിരുന്നു. അതിലാണ് ഞാൻ നേരത്തെ അരുൺ ശങ്കറിൻ്റെ കാര്യം പറഞ്ഞത്. അരുൺ ശങ്കറിനെ സംബന്ധിച്ചിടത്തോളം അരുൺ ശങ്കറിന് ഇന്ന് കണ്ടേ തീരൂ എന്ന ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ വരെ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് എന്താണ് അവസ്ഥയെന്ന് എനിക്കറിയില്ല. പക്ഷേ അതാണ് കാര്യങ്ങൾ. ഒരു ടിക്കറ്റൊക്കെ തന്നെ പ്രീ ബുക്കിംഗ് ആയി പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഞാനും ഒന്ന് ശ്രമിച്ചു നോക്കിയിരുന്നു, പക്ഷേ നടന്നില്ല. അത് അറിവുള്ളതാണ്. കാരണം ഈ ടിക്കറ്റൊക്കെ തന്നെ സോൾഡ് ഔട്ടായി കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഒന്ന് തിരക്കൊന്നൊഴിഞ്ഞിട്ട് പോകാം എന്ന നിലയിലാണ് ഞാൻ നിൽക്കുന്നത്. ആയാലും അതോടൊപ്പം തന്നെ ഏവരും ഇതിനുവേണ്ടി ശ്രമിക്കുന്നുമുണ്ട്. പലർക്കും നിരാശയുണ്ട്, പലർക്കും കുറച്ച് കാത്തിരിക്കാം എന്ന ഒരു നിലപാടുണ്ട്. എന്തായാലും ഈ ആദ്യ ഷോ ഇത് സംഭവിച്ചല്ലോ എന്നൊരു ആശ്വാസം ഏവരെയും സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കാരണം എല്ലാവരും വെയിറ്റിംഗിലായിരുന്നു, കട്ട വെയിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ പോലെ എല്ലാവരും വെയിറ്റ് ചെയ്ത് കാത്തിരിക്കുകയായിരുന്നു ഈ സിനിമയുടെ റിലീസിങ്ങിനായി. വ്യക്തിപരമായി നേരിട്ട് കാണാൻ പോകാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ പ്രോഡക്റ്റ് ഇപ്പോൾ വിപണിയിൽ ഉണ്ടല്ലോ എന്നൊരു ആശ്വാസം ഏവരെയും സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത് ഇന്നല്ലെങ്കിൽ നാളെ കാണാം എന്ന ഒരു ആഗ്രഹവും ഒക്കെ തന്നെയാണ് പലരും വച്ചു പുലർത്തുന്നത്. എന്തായാലും അത്രത്തോളം ആരവവും ആവേശവും ഒക്കെ തന്നെയാണ് ഈ സിനിമയുടെ ഭാഗമായി തന്നെ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ എമ്പുരാൻ പ്രേക്ഷകരിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നത്.
പറഞ്ഞിരിക്കുന്നു. ഈ സമീപകാലത്ത് മലയാള സിനിമ കണ്ട പോലെ അല്ലെങ്കിൽ അങ്ങനെ കണ്ടിട്ടില്ല ഇത്തരം ഒരു കാഴ്ച. ആ കാഴ്ചയ്ക്കൊക്കെ തന്നെ തിയേറ്ററുകൾ സാക്ഷിയാകുന്നു. തിയേറ്ററുകളിലേക്ക് ആളുകൾ ഇടിച്ചെത്തുന്നു. കാരണം വലിയ തോതിലുള്ള നവീകരണങ്ങൾ പല തിയേറ്ററുകളും നടത്തിയിരുന്നു ഇതിൻ്റെ ഭാഗമായി തന്നെ. പക്ഷേ അങ്ങനെ നടത്തിയിട്ടും ചിത്രത്തിൽ കാണാൻ ആളുകൾ എത്തുന്നില്ല എന്ന പരാതി അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ പലതരത്തിൽ, അതായത് താരങ്ങൾ ഉൾപ്പെടെ റേറ്റ് കുറയ്ക്കണമെന്ന ആവശ്യം പ്രൊഡ്യൂസർമാർ മുന്നോട്ട് വയ്ക്കുന്നു. അങ്ങനെ പല ആവശ്യങ്ങൾ പല കോണുകളിൽ നിന്ന് വരുന്നു. ഇത് മുന്നോട്ട് നടത്തിക്കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നു. മാത്രമല്ല ചിത്രങ്ങളുടെ കണക്കുകൾ വരുന്നു. അതിൽ എത്രത്തോളം ചിലവാക്കി, എത്രത്തോളം തിരിച്ചു കിട്ടി എന്ന കണക്കുകളൊക്കെ തന്നെ പുറത്തുവിടുന്നു. കാരണം അത്രത്തോളം പരിതാപകരമായ അവസ്ഥയിലാണെന്നൊക്കെ തന്നെയുള്ള കാര്യങ്ങൾ. ആ വാർത്തകൾ വന്നിട്ട് അധികം നാളായിട്ടില്ല. പക്ഷേ ഇന്ന് അതൊന്നുമല്ല. ഇന്ന് എല്ലാവരും ഈ ഒരു എമ്പുരാൻ്റെ ഒരു കാര്യമാണ് സംസാരിക്കുന്നത്. അതിലൂടെ എങ്ങനെ മലയാള സിനിമയ്ക്ക് മുന്നോട്ട് പോകാം, രക്ഷപ്പെടാം എന്ന കാര്യമാണ് ഏവരും ചർച്ച ചെയ്യപ്പെടുന്നത്. മാത്രമല്ല ഇത്തരത്തിലുള്ള കൊമേഴ്ഷ്യൽ ഹിറ്റുകൾ വരുമ്പോൾ, അത്തരം കൊമേഴ്ഷ്യൽ ഹിറ്റുകൾ ജനം സ്വീകരിക്കുന്ന ഘടകം വരുമ്പോൾ അത്തരം എഴുത്തുകളിലേക്കും അല്ലെങ്കിൽ അത്തരം പ്രമേയങ്ങളിലേക്കും ഒക്കെ തന്നെ ഏവരും തിരിയും. അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ സംഭവിക്കും. അതുവഴി തങ്ങൾക്ക് നേട്ടമുണ്ടാകുമെന്ന് തിയേറ്റർ ഉടമകൾ കരുതുന്നു. നിർമ്മാതാക്കളെ സംബന്ധിച്ചിടത്തോളം അതുതന്നെയാണ് കാര്യങ്ങൾ. അത്തരം മുടക്കുമുതൽ തിരിച്ചു കിട്ടിക്കൊണ്ടുള്ള കൊമേഴ്ഷ്യൽ വിജയങ്ങളിലേക്ക് പോകാൻ കഴിയുമെന്ന് അവരും കണക്ക് കൂട്ടുന്നു. താരങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണ്. കാരണം ഈ ബോക്സ് ഓഫീസിൽ ഹിറ്റാകുമ്പോൾ തിയേറ്ററുകളിൽ കൂടുതൽ ആളുകൾ എത്തുമ്പോൾ അതും അവരെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അങ്ങനെ എവരെയും സംബന്ധിച്ചിടത്തോളം പ്രേക്ഷകർക്കും ഇത് ഒരു കുറച്ച് നാളുകൾക്ക് ശേഷമുള്ളൊരു പുത്തൻ അനുഭവം എന്ന് പറയാൻ കഴിയും. കാരണം അങ്ങനെ അവരും അതിനെ സ്വീകരിക്കുകയാണ്. അങ്ങനെ ഏവരും സ്വീകരിക്കുന്നൊരു ചിത്രമായി എമ്പുരാൻ മാറുകയാണ്. എന്തായാലും ഇപ്പോൾ ചിത്രം മുന്നോട്ട് പോകുന്നു. അതിൻ്റെ ആ ഒരു രീതിയിൽ തന്നെ കാര്യങ്ങൾ എല്ലായിടത്തും നടക്കുകയും ചെയ്യുന്നു.